നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാർ പോർച്ച് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് അറിയാമോ? പൊതുവേ നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർ പോർച്ചുകളാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഈ സെപ്പറേറ്റ് ആയിട്ട് പോർച്ച് ചെയ്യുമ്പോൾ പ്രാക്ടിക്കലായിട്ട് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. മെയിനായിട്ട് പറയുവാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോസ്റ്റ് എഫക്റ്റീവ്, പിന്നെ രണ്ടാമത് പറയുന്നത് ഈ സ്പേസ് യൂട്ടിലൈസേഷൻ. നമ്മൾ ഈ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർച്ചിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 300 സ്ക്വയർ ഫീറ്റോളം നമുക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു 6 ലക്ഷം രൂപ അടുത്ത് നമുക്ക് കോസ്റ്റ് വരും. അല്ലാതെ നമ്മളിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് പണിതപ്പോൾ ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്തേ നമുക്ക് കോസ്റ്റ് ആയിട്ടുള്ളൂ. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്പേസിൻ്റെ കാര്യമാണ്. നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു പോർച്ച് ചെയ്യുവാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യുക, അത് കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ഡിറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 1, 2 അല്ലെങ്കിൽ 3 വണ്ടി പാർക്ക് ചെയ്യുന്ന പോർച്ചിനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേറ്റ് കാർ പോർച്ചിൻ്റെ ഒരു ഡിസൈനാണിത്. ഇത് വന്നിട്ട് നമ്മൾ 2 നോർമൽ കോളംസ് കൊടുത്തിട്ട് സ്ലാൻഡിങ് ആയിട്ട് ഒരു സ്റ്റീൽ സെക്ഷൻ കൊടുത്ത് മണ്ടയ്ക്ക് റൂഫ് ട്രസ് ചെയ്ത് ജസ്റ്റ് അടിയിൽ സീൽ ചെയ്ത് ഒരു സിമ്പിളായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തൊരു പോർച്ചാണിത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാർ പോർച്ച് ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ സോളാർ പാനൽസ് എന്തെങ്കിലും നമ്മൾ ചെയ്യണമെങ്കിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോർച്ച് ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എക്സ്റ്റെൻഡും ചെയ്യാം, ഇതിൻ്റെ മുകളിൽ നമുക്ക് സോളാർ പാനൽ ഘടിപ്പിക്കുകയും ചെയ്യാം.